Hi friends, today we are going to discuss about the design of bevel gears. What are the main steps involved in the design of bevel gears? കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഹെലിക്കൽ ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയറും അതിന്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും അതുപോലെ തന്നെ നമ്മൾ ബിവൽ ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയറും ഒരു സാമ്പിൾ പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഹെലിക്കലിനും സ്പറിനും ബിവലിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും എപ്പോഴും രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് പാരലൽ ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും യൂസ് ചെയ്യുന്നതെങ്കിൽ, രണ്ട് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ ആക്സസുകൾ, രണ്ട് ഷാഫ്റ്റിന്റെ ആക്സസുകൾ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ അത്തരം ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഗിയർ ഉപയോഗിക്കുന്നത്, ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ടു ഷാഫ്റ്റ് ആക്സസ്. ആ ആംഗിളെ നമ്മൾ തീറ്റ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന വാല്യൂ അക്യൂട്ട് ആംഗിൾ, ദാറ്റ് മീൻസ് ലെസ് ദാൻ 90 ഡിഗ്രി ആവാം, ഓർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവാം, ഓർ എൽസ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് മീൻസ് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആവാം. അപ്പം ഇതിൽ ഏത് ആംഗിൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളപ്പോൾ ആ 3 കാറ്റഗറി ഉണ്ടെന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇപ്പോഴും ആലോചിക്കാം, ബിവൽ ഗിയർ എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ബിവൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബിവൽ ഗിയേഴ്സ് തന്നെ പിന്നെയുണ്ട്, സ്ട്രേറ്റ് ടൂത്തും ഉണ്ട്, സ്പൈറൽ ടൂത്തും ഉണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് എപ്പോഴും സ്ട്രേറ്റ് ടൂത്ത് ബിവൽ ഗിയേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പർ ഗിയറിൽ നിന്നും ബിവൽ ഗിയറിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞു, നമുക്ക് ഷാഫ്റ്റ് ആക്സസുകൾ തമ്മിൽ എന്തായിരിക്കും, ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും, പാരലൽ അല്ല, ഇവിടെ ഇന്റർസെക്റ്റിംഗ് ആക്സസ് ആയിരിക്കും. ഒന്ന് അതാണ്. രണ്ട്, ഇതിനൊരു ട്രങ്കേറ്റഡ് കോൺ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. നോർമലി ഒരു ട്രങ്കേറ്റഡ് കോൺ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ആ കോണിന്റെ ലെങ്ത് കണ്ടുപിടിക്കാന്നുള്ള ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട്. പിന്നെ ഹെലിക്കൽ ഗിയറിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലിവീസ് ഫോം ഫാക്ടർ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പർ ഗിയറിനെ വെച്ചുണ്ട്. അപ്പം സ്പർ ഗിയറിന് ഈക്വലന്റ് ആയിട്ട് ടീത്തിനെ കൺവേർട്ട് ചെയ്യണം. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, അവിടെ ഹെലിക്കലിൽ വിളിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോർമേറ്റീവ് ഓർ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത്. അപ്പം എല്ലാ ഗിയറിലും ഒരേ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യും, ദെൻ ടാൻജൻഷ്യൽ ലോഡ് വീക്കർ പാർട്ട് ഐഡന്റിഫൈ ചെയ്യും, ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും, മൊഡ്യൂൾ കണ്ടുപിടിക്കും, ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കും, വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യും, ആൻഡ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. മെയിൻ സ്റ്റെപ്പുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാ ഗിയറിലും സ്പർ ആയാലും ഹെലിക്കൽ ആയാലും ബിവൽ ആയാലും, അത് ഡയമീറ്റർ നോൺ ആണെങ്കിലും ഡയമീറ്റർ അൺനോൺ ആണെങ്കിലും എല്ലാം നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബിവൽ ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ആസ് യൂഷ്വൽ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മളുടെ എന്താണ് വരുന്നത്, മെറ്റീരിയൽ സെലക്ഷൻ ആകുന്നത്. അപ്പം ഡിസൈനേഴ്സ് ബിവൽ ഗിയേഴ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ മെറ്റീരിയൽ സെലക്ഷൻ. സോ ഗിയേഴ്സിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ടേബിളുണ്ട്. അപ്പം നമുക്ക് ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ 12.7 ടേബിൾ 12.7 പേജ് നമ്പർ 234 നമുക്ക് മെറ്റീരിയൽസ്. അപ്പം നമുക്ക് മെറ്റീരിയൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, വി നീഡ് ടു അസ്യൂം suitable material for both pinion and gear, that is for driver part and driven part. അപ്പൊ മെറ്റീരിയൽ തന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് കുറെ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് രണ്ട് മെറ്റീരിയലും എന്താണെന്ന് വിചാരിക്കാം, സെയിം ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുന്ന ഈ ടേബിളിൽ തന്നിരിക്കുന്ന മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിഗ്മ ഡിയും BHN വാല്യൂ ആയിരിക്കും അവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി ചില കേസസിൽ, ചില ക്വസ്റ്റ്യൻസിൽ, ഇപ്പം കഴിഞ്ഞ ലെക്ചറൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചു, സാർ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്, പക്ഷെ അപ്പൊ അതിന്റെ BHN എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, BHN ടേബിളിൽ ഇല്ല. കാര്യം നമുക്ക് സ്റ്റീലിന്റെ ഒരു സ്ട്രെസ് വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും, പക്ഷെ ആ ഒരു സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂ ടേബിളിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് BHN എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഈ BHN എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ K വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു BHN നമ്മളങ്ങ് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രെസ് വാല്യൂ തരികയും ആ സ്ട്രെസ് വാല്യൂ ടേബിളിൽ ഇല്ലാതിരിക്കുകയും അതുവഴി BHN ചൂസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാം,
കെ വാല്യൂ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഈ വിയർ ചെക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ FW ഈക്വൽ ടു FD ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു കെ വാല്യൂ കണ്ടുപിടിക്കുക. ആ കെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ടേബിളിൽ നിന്നും എന്ത് ചെയ്യുക, ഒരു BHN വാല്യൂ ചൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഇപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു BHN ഈ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല എങ്കിൽ ഇപ്പം യൂഷ്വലി ഒരു ക്ലോസസ്റ്റ് വാല്യൂ ഇപ്പം 150 MPa ആണ് ക്വസ്റ്റ്യൻ തരുന്നത്, എനിക്ക് ഒരു 125 130 ഒക്കെ ടേബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ BHN തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് സ്യൂട്ടബിൾ മിസ്സിംഗ് ഡാറ്റ സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെ വാല്യൂ കണ്ടുപിടിച്ച് BHN സജസ്റ്റ് ചെയ്താലും മതിയാകും. അല്ലെങ്കിൽ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു BHN വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാനും പറ്റും. ഒരു BHN 200 300 സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്ത് ആ അസ്യൂം ചെയ്ത ഹാർഡ്നെസ് വാല്യൂ കറക്റ്റ് ആണ്, FW ഗ്രേറ്റർ ദാൻ FD വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. നമുക്കൊരു ഹാർഡ്നെസ് വാല്യൂ അവിടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യൂഷ്വലി എല്ലാ സ്പെറിലും ഹെലിക്കിലും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്തു. മെറ്റീരിയൽ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി identify the weaker part. Identifying the weaker part. So as usual ഞാൻ പറഞ്ഞു ഹെലിക്കൽ ഗിയറിലും സ്പർ ഗിയറിലും എപ്പോഴും നമ്മൾ ഇസഡിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, നമുക്ക് ZE കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, Y വാല്യൂ ലൂയിസ് ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ. Y വാല്യൂ വീണ്ടും പറയാണ്, Y വാല്യൂസ് കിടക്കുന്നത് പേജ് നമ്പർ 204 ഇക്വേഷൻ 12.5C2E. അവിടെ നിങ്ങൾക്ക് 14.5 ഡിഗ്രി സിസ്റ്റം, 20 ഡിഗ്രി സ്റ്റെപ്പ് സിസ്റ്റം, 20 ഡിഗ്രി ഫുൾ ഡെപ്ത് സിസ്റ്റത്തിന്റെ ലൂയിസ് ഫോം ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ZE കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ബിവൽ ഗിയറിന്റെ ZE വാല്യൂ എങ്ങനെയാണ് വരുന്നത്? അപ്പം ബിവൽ ഗിയറിന്റെ ZE വാല്യൂ കണ്ടുപിടിക്കാൻ ZE ഈസ് ഈക്വൽ ടു Z ബൈ കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ZE ഈ ഇക്വേഷൻ കിടക്കുന്ന ഇക്വേഷൻ 12.35D പേജ് നമ്പർ 218 ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ വരുന്നുണ്ട്. എന്തായിരിക്കും ഡെൽറ്റ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഷാഫ്റ്റുകൾ നമ്മൾ ശരിക്കും ഡെൽറ്റനെ പറയുന്നത് പിച്ച് ആംഗിൾ എന്നാണ് പറയുന്നത്. പിച്ച് ആംഗിൾ ഓഫ് ദി ബിവൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ പിച്ച് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഷാഫ്റ്റ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്കും ഒരു മിഡ് നോർമൽ വരച്ചാൽ അതിനിടയ്ക്കുള്ള ആംഗിൾ ആണ് എന്നതെന്ന് പറയുന്നത് ഈ പിച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബൈസെക്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനിടയ്ക്കുള്ള പിച്ച് ആംഗിൾ, അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പിച്ച് ആംഗിളിന്റെ ഡെഫിനേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഗർ 12.10 പേജ് 217 നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബിവൽ ഗിയർ ബിവൽ ഗിയറിന്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നോക്കി ഇത് നിങ്ങളുടെ ഒരു ഗിയറും ഇത് നിങ്ങളുടെ പിനീനും ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആക്സസ് പോകുന്നുണ്ട്, ഇതിന്റെയും സെൻട്രൽ ആക്സസ് പോകുന്നുണ്ട്. ടോട്ടൽ ആംഗിൾ ആണ് നമ്മൾ എന്ത് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ഈ രണ്ട് ഗിയറും മെഷീന പോർഷൻ, അതായത് മീറ്റ് ചെയ്യുന്ന പോർഷനിൽ നിന്നും നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, പിച്ച് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ വാല്യൂ എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ വാല്യൂ യൂഷ്വലി നമുക്ക് എപ്പോഴും തരുന്ന റൈറ്റ് ആംഗിൾ ഗിയറിനോ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഷാഫ്റ്റ് ആക്സിസ് 60 ഡിഗ്രിന്നോ 120 ഡിഗ്രിന്നോ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. അത്തരം കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡെൽറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഡെൽറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ അക്യൂട്ട് ബിവൽ ഗിയർ ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അക്യൂട്ട് ബിവൽ ഗിയർ ആണെങ്കിൽ, ഇഫ് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അക്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 215 ഇക്വേഷൻ 12.29 A ആൻഡ് B നോക്കുക. അവിടെ നിങ്ങൾക്ക് ടാൻ ഡെൽറ്റ 1 അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ടാൻ ഡെൽറ്റ 1 ഈക്വൽ ടു ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, d1 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ d1 പ്ലസ് d1 കോസ് തീറ്റ ഓർ സൈൻ തീറ്റ ബൈ z2 ബൈ z1 പ്ലസ് കോസ് തീറ്റ, അല്ലെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റ ബൈ ഐ പ്ലസ് കോസ് തീറ്റ. ഐ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം എന്ന് പറയുന്നത് ഗിയർ റേഷ്യോ ആണ്. സോ n1 ബൈ n2 എന്നുള്ള വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് അക്യൂട്ട് ആണെങ്കിൽ ആ പേജ് നമ്പർ 215 ഇക്വേഷൻ 12.29a അല്ലെങ്കിൽ 12.29bയും യൂസ് ചെയ്യാം. ഇനി അതല്ല, ചില കേസിൽ നമുക്ക് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ബിവൽ ഗിയർ ആയിരിക്കും. റൈറ്റ് ആംഗിളിലാണെങ്കിൽ നിങ്ങൾ പേജ് 217 പേജ് 217 ഇക്വേഷൻ 12.32a ആൻഡ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 12.32a ആൻഡ് ബി. അവിടെ നിങ്ങൾക്ക് ടാൻ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 1 ബൈ ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. ടാൻ ഡെൽറ്റ 2 ഈക്വൽ ടു ഐ എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് അപ്പോൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ പറഞ്ഞു. അതിന് തൊട്ട് മുകളിൽ തന്നെ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ദാറ്റ് ഈസ് ഒപ്റ്റ്യൂസ് ആണെങ്കിൽ യൂസ് ഇക്വേഷൻ നമ്പർ 12.31a ആൻഡ് ബി പേജ് നമ്പർ 217. അപ്പം 3 കേസ്, 1 തീറ്റ അക്യൂട്ട് ആണെങ്കിൽ, 2 തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, 3 തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഓർ ഒപ്റ്റ്യൂസ് ആണെങ്കിൽ. ഈ 3 കേസിലും നമുക്കപ്പം ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡേറ്റാ ബുക്കിലുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെൽറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഇസഡ് വാല്യൂ വെച്ചുകൊണ്ട് അത് ഗിവൺ ആണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ മിനിമം നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്യും, 20 അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ ZE1ഉം ZE2ഉം കാൽക്കുലേറ്റ് ചെയ്യുക. ZE1ഉം ZE2ഉം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. y കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്മ d ഇൻറ്റു y എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിലെ മിനിമം വാല്യൂ ഏതാണോ വരുന്നത് അത് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീക്കർ പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ. ഇതിപ്പം ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിലുള്ള കാര്യം പറഞ്ഞു. എങ്ങനെ നോക്കിയാലും നമുക്ക് ZE എന്തായാലും ഫർദർ കാൽക്കുലേഷനിലും വരുന്നുണ്ട്. അപ്പൊ ഈ y വാല്യൂ നമുക്ക് ഫർദർ ആയിട്ട് വേണ്ടി വരുന്നത്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ഇപ്പം സെയിം മെറ്റീരിയൽ ആണെങ്കിലും ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾ y വാല്യൂ പിനിയന്റെ ഇത് കണ്ടുപിടിച്ച് വെക്കുന്നത് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പം സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പിനിയൻ ആയിരിക്കും വീക്കർ. അപ്പൊ പിനിയന്റെ ഫർദർ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. അപ്പം പിനിയന്റെ y വാല്യൂ ZE1 വാല്യൂ ഒക്കെ നമുക്ക് വേണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് സെയിം മെറ്റീരിയൽ ആണെങ്കിലും ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എന്തായാലും ഇത് ചെയ്യേണ്ടി വരുന്ന സ്റ്റെപ്പുകളാണ്. അപ്പൊ ഇത് ആദ്യമേ ഓർത്ത് വെച്ച് ചെയ്തിരുന്നാൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ വീക്കർ പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ. അതും പഴയതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പിനിയൻ ആയിരിക്കും വീക്കർ, അല്ല ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിഗ്മ d ഇൻറ്റു y എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ലോവസ്റ്റ് വാല്യൂ ഏതാണോ വരുന്നത്, ലെസ് വാല്യൂ ഏതാണോ വരുന്നത് അതിനെ വീക്കറാക്കി വെച്ചുകൊണ്ട് ഡിസൈൻ ഫോളോ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സ്പെർലം ഹെലിക്കലും എന്തായിരുന്നു ചെയ്യുന്നത്, തേർഡ് സ്റ്റെപ്പിൽ നമ്മളെപ്പോഴും ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും പഴയതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമേ ഇല്ല. ഞാൻ പറഞ്ഞ എൻ്റെ പ്രൊസീജിയർ എല്ലാം ഇപ്പോഴും സെയിം തന്നെയാണ് വരുന്നത്. അപ്പം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റെപ്പ് ഈസ് about calculating the tangential load calculation ആണ് വരുന്നത്. അപ്പൊ ടാൻജൻഷ്യൽ ലോഡിന് ഇപ്പോഴും പഴയ ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ 12.7a പേജ് 205 നിന്നും നിങ്ങൾ FT is equal to എങ്ങനെ എഴുതും, 1000 PCS divided by V. 1000 PCS divided by V. അപ്പൊ P എന്ന് പറയുന്നത് പവർ ഇൻ കിലോവാട്ട് ആണ്, CS എന്ന് പറയുന്നത് സർവീസ് ഫാക്ടർ ആണ്. അപ്പൊ ആ സർവീസ് ഫാക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് ടേബിളായിരുന്നു, സർവീസ് ഫാക്ടർ CS ചൂസ് ചെയ്യുന്നത് CS is chosen from table 12.8 പേജ് 235 പേജിൽ നിന്നും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. V എന്ന് പറയുന്ന കാര്യം പൈ T N/60 ഇൻറ്റു 1000 ആണെന്ന് ഓർക്കുക. 1000 ഇടുന്നത് ഡയമീറ്റർ mm ആയതുകൊണ്ടാണ്. അത് ഓർത്ത് വെക്കുക. നമ്മുടെ ഡേറ്റാ ബുക്കിലെ എല്ലാ ഇക്വേഷനിലും D എന്ന് പറയുന്നത് ഇൻ mm ആയിരിക്കും. സോ പക്ഷേ V എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ വി നീഡ് ടു കൺവേർട്ട് ദി mm ഇൻറ്റു മീറ്റർ. സോ വി ആർ ഗിവിംഗ് ദി 1000 ഇൻ ദി ഡിനോമിനേറ്റർ.
ക്ലിയർ? അപ്പോൾ ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേഷൻ. ഇപ്പൊ നമുക്ക് സ്പറും ഹെലിക്കലും ബിവലും നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 സ്റ്റെപ്പിലും വലിയ വേരിയേഷൻ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ദെൻ നമ്മൾ ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദി വെലോസിറ്റി ഫാക്ടർ ഫോർ ബിവൽ ഗിയർ. അപ്പൊ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് വെലോസിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാ. വെലോസിറ്റി ഫാക്ടർ, ഇപ്പൊ വെലോസിറ്റി ഫാക്ടർ ഓഫ് ബിവൽ ഗിയർ കണ്ടുപിടിക്കാൻ നിങ്ങൾ പേജ് 219 പോവുക. പേജ് 219 നിങ്ങൾക്ക് ഇക്വേഷൻ 12.38 A and B. CV is equal to 3.05 divided by 3.05 plus V, or CV equal to 6.1 divided by 6.1 plus V. അവിടെ രണ്ട് കണ്ടീഷനാണ്. കട്ട് ബൈ ഫോം കട്ടേഴ്സ് ഉണ്ട്, ജനറേറ്റഡ് ടീത്ത് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. ക്വസ്റ്റ്യനിലൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുക. For generated, assuming generated teeth, CV equal to 6.1 divided by 6.1 plus V. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ assuming teeth are cut by foam cutters, then CV equal to 3.05 divided by 3.05 plus V എന്നുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റാ ബുക്ക് കയ്യിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന ഇക്വേഷൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നമുക്ക് ട്രങ്കേറ്റഡ് കോൺ കണക്കാണ് എന്തിരിക്കുന്നത്, ബിവൽ ഗിയർ ഇരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു അഡീഷണൽ സ്റ്റെപ്പ്, ഹെലിക്കലിലും സ്പെറിലും ഇല്ലാത്ത ഒരു അഡീഷണൽ സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് കോൺ ഡിസ്റ്റൻസ് എന്ന് പറയും. കാൽക്കുലേഷൻ ഓഫ് കോൺ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി നീഡ് ടു കാൽക്കുലേറ്റ് ദി കോൺ ഡിസ്റ്റൻസ്. കോൺ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോൺ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ദി ഇക്വേഷൻ 12.33 പേജ് നമ്പർ 217. കോൺ ഡിസ്റ്റൻസ് L is equal to half of root d1 square plus d2 square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ അടുത്ത ഇക്വേഷൻ എടുത്ത d2 divided by 2 sin delta 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ d1 by 2 sin delta 1 എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടിൽ ഏത് ഇക്വേഷൻ, 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് 3 ഇക്വേഷൻസിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡയമീറ്റർ അറിയത്തില്ലെങ്കിൽ ഇപ്പോഴും ആലോചിക്കാം, നമ്മൾ ഇൻ ടൈംസ് ഓഫ് എന്തിലായിരിക്കും ഇതിനെ ഇടുന്നത്, മൊഡ്യൂളിലായിരിക്കും ഇടുന്നത്. അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. ചിലർ പറയാം ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ ഇന്ന ഇക്വേഷൻ ചെയ്യണം, ഡയമീറ്റർ നോൺ ആണെങ്കിൽ ഇന്ന ഇക്വേഷൻ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, എന്താണോ അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉള്ളത് അതിനെല്ലാം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിലേക്ക് മാറ്റുക. ആ വാല്യൂ ഇട്ടിട്ട് ചെയ്തു പോവുക. എന്നിട്ട് ലൂയിസ് ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് അവിടുന്ന് മൊഡ്യൂളുകളുടെ എല്ലാം അൺനോൺ വാല്യൂ എല്ലാം കൂടെ വരുന്ന ഒരു ഇക്വേഷൻ വരും. ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ട് മൊഡ്യൂൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാന്നുള്ളൂ. അല്ലാതെ ഓരോന്നിനും ഓരോ സ്റ്റെപ്പുകളാണോ ഓരോ ഇക്വേഷനാണെന്ന് ഓർത്ത് വെച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. സോ സിക്സ്ത് സ്റ്റെപ്പിലേക്ക് പോകണേ. അപ്പം ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ അഡീഷണൽ സ്റ്റെപ്പ് ആയിരുന്നു അത്. അവിടെ നമ്മൾ കോൺ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. നൗ വി ആർ ഗോയിങ് ഫോർ ദി സിക്സ്ത് സ്റ്റെപ്പിൽ നമുക്ക് ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് വിഡ്ത്ത് വേണം. സോ ഫേസ് വിഡ്ത്ത് ഓഫ് ദി ബിവൽ ഗിയർ ബി കണ്ടുപിടിക്കണം. സോ ബി കണ്ടുപിടിക്കാനായിട്ട് again നിങ്ങൾ പേജ് 218 എടുക്കുവാണെങ്കിൽ 218 കുറേയധികം ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. 12.36A തൊട്ട് 36D വരെ നിങ്ങൾക്ക് ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഉള്ളത്. സോ നമ്മൾ കോൺ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നോർമലി ബി എന്ന് പറയുന്നത് കോൺ ഡിസ്റ്റൻസ് നോൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, L/3 എന്ന് പറയുന്ന ടൈമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ക്ലിയർ? L/3 എന്ന് പറയുന്ന ടൈമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞാൽ എല്ലിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് അത് അൺനോൺ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുവാണെങ്കിൽ അതിന് തൊട്ടും വരെ 36A എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് അവിടെ എന്താണ് ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂൾ 6m ടേൺ എന്നും പറഞ്ഞ് ഇക്വേഷൻസ് എഴുതിയേക്കുന്ന കാണാം. അപ്പം അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 6mm ലെസ് ദാൻ 10mm, അപ്പോൾ ഒരു 8m എന്നും പറഞ്ഞ ഒരു വാല്യൂ വെച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, സ്യൂട്ടബിൾ ആയിട്ട് അസൈൻ ചെയ്യാം. കോൺ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ L/3 എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് 6ാമത്തെ സ്റ്റെപ്പ്, നേരത്തെ 5ാമത്തെ സ്റ്റെപ്പായിരുന്നു, ഇപ്പോൾ അത് 6ആയി കാര്യം. ഇടയ്ക്ക് ഒരു കോൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കാൽക്കുലേഷനോടെ കയറി വന്നായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് 7ാമത്തെ സ്റ്റെപ്പിലേക്കാണ്. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ യൂസിങ് ലെവിസ് ഇക്വേഷൻ. അപ്പോൾ ലെവിസ് ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ 12.37 പേജ് നമ്പർ 218. You can equate Ft is equal to sigma d Cv b capital Y m into L minus b divided by L. ഇവിടെ again ക്യാപിറ്റൽ Y എന്ന് പറയാം, നമുക്കറിയാം as usual പൈ ഇൻറ്റു സ്മാൾ y ആണ്. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആലോചിക്കുക. സിഗ്മ ഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടി, ഇത് 4th സ്റ്റെപ്പിൽ കിട്ടി, ബി 6th സ്റ്റെപ്പിൽ കിട്ടി, വൈ എന്ന് പറയുന്ന 2nd സ്റ്റെപ്പിൽ കിട്ടി. അത് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റൽ വൈ ആയി. എം എന്താണ് അൺനോൺ ആണ്. എല് 5th സ്റ്റെപ്പിൽ കിട്ടി, ബി എന്ന് പറയുന്ന 6th സ്റ്റെപ്പിലും കിട്ടി. അപ്പോൾ എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ അൺനോൺ ആണെങ്കിൽ ഇപ്പം ഈ ഡയമീറ്റർ ഒക്കെ അൺനോൺ ആണെങ്കിൽ ഇപ്പം എല് ഇൻ ടൈംസ് ഓഫ് എമ്മിലായിരിക്കും, ബി ഇൻ ടൈംസ് ഓഫ് എമ്മിലായിരിക്കും. അപ്പോൾ ഫുൾ എമ്മിന്റെ ഒരു ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. എഫ് ടി ഡിവൈഡ് ഇവിടെ വരുമ്പോൾ ഒരു എമ്മിന്റെ ടൈം വരും, സം വാല്യൂ ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എം വാല്യൂ കിട്ടും. എം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം, എം വാല്യൂവിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പം എം വാല്യൂവിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പഴയതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ 12.2 പേജ് നമ്പർ 229 പോവുക. പേജ് 229 നിങ്ങൾ പ്രിഫേർഡ് 1 എന്ന് പറയുന്ന ചോയ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊഡ്യൂളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ക്ലിയർ? അപ്പം നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂളും അതിന്റെ സ്റ്റാൻഡർഡൈസേഷനും ആയി. ദെൻ അടുത്ത സ്റ്റെപ്പ് 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്വിയസ്ലി മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അൺനോൺ ആയിട്ട് എന്തൊക്കെ ഇൻ ടൈംസ് ഓഫ് എമ്മിൽ കിട്ടണം. ഇപ്പം ഡി ഇൻ ടൈംസ് ഓഫ് എമ്മിലാണെങ്കിൽ ഡി കാൽക്കുലേറ്റ് ചെയ്യുക, ബി കാൽക്കുലേറ്റ് ചെയ്യുക, എൽ കാൽക്കുലേറ്റ് ചെയ്യുക, വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ഇസഡ് അസ്യൂം ചെയ്താണെങ്കിൽ റീകാൽക്കുലേറ്റ് Z1 Z2 അത് രണ്ടും വെച്ചുകൊണ്ട് ZE1ഉം ZE2ഉം കാൽക്കുലേറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യാൻ മറന്നു വരുന്നു. മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ടൈംസ് ഓഫ് എമ്മിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം റീകാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് നമ്പർ ഓഫ് ടീത്ത് നമ്മൾ അസ്യൂം ചെയ്യുകയായിരുന്നു ചെയ്തെങ്കിൽ അസ്യൂം ചെയ്ത വാല്യൂ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ. അതാണ് നമ്പർ ഓഫ് ടീത്ത് ഒന്നും കൂടെ റീകാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാര്യം മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. കറക്റ്റ് ആക്ച്വൽ നമ്പർ ഓഫ് ടീത്ത് എത്രയാണ് കണ്ടുപിടിക്കണം. ദെൻ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 8ാമത്തെ സ്റ്റെപ്പ് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡൈനാമിക് ലോഡ് കാൽക്കുലേഷൻ ആണ് വരുന്നത്. സോ ഡൈനാമിക് ലോഡ് കാൽക്കുലേഷനിൽ ബിഎൽ ഗിയറിനകത്ത് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ 12.40 പേജ് നമ്പർ 219. അവിടെ എഫ് ഡി ഇസ് ഈക്വൽ ടു എഫ് ടി പ്ലസ് K3V ഇൻറ്റു CB പ്ലസ് FT ഡിവൈഡഡ് ബൈ K3V പ്ലസ് റൂട്ട് ഓഫ് CB പ്ലസ് FT. ആ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ സ്പാർക്ക് ഗിയറിന്റെ അതേ ഇക്വേഷൻ ആണ്, ഒരു വ്യത്യാസമില്ല. അവിടെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സെയിം ആ സ്പാർക്ക് ഗിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂഷ്വലി K3 വാല്യൂ നമ്മൾ ഇപ്പം 2 ഗിയർ പഠിച്ചുകൊണ്ട് ഒബ്വിയസ്ലി K3 എന്ന് കാണുമ്പോൾ ആലോചിക്കണം അതെന്താണ് 20.6 SI1 20.67 ആണ്. ദെൻ സി വാല്യൂ വേണം. അപ്പൊ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടേബിൾ ഫോർ കാൽക്കുലേറ്റിംഗ് ദി സി വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാ ടേബിൾ 12.12 പോവുക. പേജ് 236 നിങ്ങൾക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സി വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ എറർ വാല്യൂ ആയിരിക്കും. എറർ വാല്യൂ കണ്ടുപിടിക്കാൻ
അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ പഴയതുപോലെ തന്നെ സി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടേബിൾ എന്ന് പറയുന്നത്. പക്ഷേ സി വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എറർ വാല്യൂ വേണം. എറർ വാല്യൂ രണ്ട് രീതിയിൽ ചെയ്യാമെങ്കിൽ ബേസ്ഡ് ഓൺ വെലോസിറ്റി നിങ്ങൾക്ക് പേജ് തൊട്ടടുത്ത പേജ് 37 വെലോസിറ്റിയിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എറർ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടും എന്ത് കണ്ടുപിടിക്കാം, ക്ലാസ് 1 ഗിയർ വെച്ചുകൊണ്ട് എറർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം എനിക്ക് 0.07 ആണെങ്കിൽ ഇവിടെ 0.07 ഇല്ല. അപ്പോൾ നിങ്ങൾ അത് ലീനിയർ ഇന്റർപോളേഷൻ വഴി തന്നെ ഇന്റർപോളേറ്റ് ചെയ്തിട്ട് സി വാല്യൂ കണ്ടുപിടിക്കണം. ഇന്റർപോളേഷൻ ചെയ്യുന്നതിനും മാർക്കുണ്ട്. അപ്പം ഇന്റർപോളേഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. ചിലർ എളുപ്പത്തിന് വേണ്ടി ഇപ്പം കറക്റ്റ് വാല്യൂ ആണ് 0.07 മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് വാല്യൂ എടുക്കാം. കാര്യം 0.04നെയും 0.06ന്റെയൊക്കെ 0.06ന്റെയും 0.08ന്റെ ആവറേജ് വാല്യൂ 0.07 ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് 0.0712 എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർപോളേഷൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനാമിക് ലോഡും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇനി എന്താണ്, ഇനി നമുക്ക് ചെക്കിംഗ് സ്റ്റെപ്പുകളാണുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ചെക്കിംഗ് കേസ് വരുന്നത് എന്താണ്, ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കിംഗ് ഓഫ് വിയർ ലോഡ്. അപ്പം വിയർ ലോഡ് കാൽക്കുലേഷൻ ആണ് വരുന്നത്. അപ്പോൾ വിയർ ലോഡ് കാൽക്കുലേഷന് നമുക്ക് ഇക്വേഷൻ 12.41 പേജ് 219 ഉണ്ട്. പേജ് 219 അവിടെ FWന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. FW ഈസ് ഈക്വൽ ടു D1 BQEK ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 1. ഇവിടെ നിങ്ങൾക്ക് QE എന്നാണ് കൊടുത്തിരിക്കുന്നത്. QE എന്താണ് തൊട്ട് താഴെ അവർ പറയുന്നത് 2ZE2 ഡിവൈഡഡ് ബൈ ZE1 പ്ലസ് ZE2. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്തത് ആക്ച്വൽ നമ്പർ ഓഫ് ടീത്തും അത് കഴിഞ്ഞ് വിർച്വൽ നമ്പർ ഓഫ് ടീത്തും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്കിവിടെ QE വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ഫസ്റ്റ് ഞാൻ പ്രൊസീജിയർ തുടങ്ങുന്നതിന് ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് DHN വാല്യൂ എനിക്ക് ടേബിളിൽ നിന്ന് അവൈലബിൾ അല്ല. അത്തരം കേസാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, FWനെ FDU ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് K വാല്യൂ കണ്ടുപിടിക്കുക. ആ Kക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബ്രിട്ട്നൽ ഹാർഡ്നെസ് ടേബിളിൽ നിന്നും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല നമുക്ക് ബ്രിട്ട്നൽ ഹാർഡ്നെസ് അവൈലബിൾ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ വെച്ചുകൊണ്ട് K വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ടേബിൾ ആയിരുന്നു യൂസ് ചെയ്യുന്നത്? K വാല്യൂ കണ്ടുപിടിക്കാൻ പേജ് 239 ടേബിൾ 12.16 നമുക്ക് K വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് 14.5 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും നിങ്ങളുടെ ഗിയറിന്റെയും പിനിന്റെയും ബ്രിട്ട്നൽ ഹാർഡ്നെസിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള K വാല്യൂ എടുത്ത് FW ചെക്ക് ചെയ്യുക. FW ഗ്രേറ്റർ ദാൻ FD ആണെങ്കിൽ ആസ് യൂഷ്വൽ ഡിസൈൻ സേഫ് ആണ്. ഇൻ കേസ് FW ലെസ് ദാൻ FD ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, FWനെ FDക്ക് ലിമിറ്റിംഗ് കേസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് K വാല്യൂ കണ്ടുപിടിക്കുക. ഈ Kക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർഡ്നെസ് എത്ര വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ നമ്മളുടെ വിയർ ലോഡിന്റെ കാൽക്കുലേഷനും കഴിയും, അല്ലെങ്കിൽ വിയർ ലോഡ് ചെക്കിങ്ങും കഴിയും. ആൻഡ് ഫൈനലി വി നീഡ് ടു കാൽക്കുലേറ്റ് ദ 10th step ഈസ് അബൌട്ട് ദ എൻഡുറൻസ് വാല്യൂ. എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം. എൻഡുറൻസ് സ്ട്രെങ്ത്. അപ്പൊ എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 12.39 പേജ് 219 തന്നെ കൊടുത്തിട്ടുണ്ട്. FEN is equal to sigma EN BYM into L minus B divided by L. അപ്പോൾ അവിടെ സിഗ്മ ഇ എന്ന് പറയുന്ന ടേം വേണം. അപ്പോൾ സിഗ്മ ഇ എനും ഈസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിന് നമ്മൾ ടേബിൾ 12.15 പേജ് 238 നോക്കുക. അതിൽ നിന്ന് നമുക്ക് എൻഡുറൻസ് കിട്ടും. അപ്പോൾ ഇവിടെയും ചെക്ക് ചെയ്യുക, FEN ഗ്രേറ്റർ ദാൻ FD ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഡിസൈൻ സേഫ് ആണ്.
ഇത്രയാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് ബിവൽ ഗിയറിന്റെയും ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അതേ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി എല്ലാം ഒരേ സ്റ്റെപ്പുകളാണ്. വ്യത്യാസം ഇക്വേഷനിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും സെയിം ആണ്. ഫസ്റ്റ് എന്താണ് മെറ്റീരിയൽ സെലക്ഷൻ, സെക്കൻഡ് ഐഡന്റിഫൈങ് ദി വീക്കർ പാർട്ട്, തേർഡ് വൺ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ലോഡ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് വെലോസിറ്റി ഫാക്ടർ. ഇനി ബിവൽ ഗിയർ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് വരും, കോൺ ഡിസ്റ്റൻസ് ഒരു അഞ്ചാമത്. അല്ലെങ്കിൽ നമ്മൾ കോൺ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ സ്പറോ ഹെലിക്കിലോ ആണെങ്കിൽ നേരെ നമ്മൾ പോകുന്ന ടാൻജൻഷ്യൽ ലോഡിന്റെ കാൽക്കുലേഷൻ ആയിരിക്കും. ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാൻജൻഷ്യൽ ലോഡ് നമ്മൾ ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിക്കും. ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിച്ച് ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കും. ദെൻ ലിവിസ് ഫോം ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മൊഡ്യൂൾ കണ്ടുപിടിക്കും. മൊഡ്യൂളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. അൺനോൺ ആയിട്ടുള്ള പാരാമീറ്ററിനെ എല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് സ്റ്റാൻഡർഡൈസ്ഡ് മൊഡ്യൂളിന്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്ത് എക്സാക്ട് വാല്യൂ ആക്ച്വൽ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കും. ദെൻ അത് കഴിഞ്ഞാൽ ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യും, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യും. ഇത്രയുമാണ് നമ്മളുടെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം: മെറ്റീരിയൽ സെലക്ഷൻ, ഐഡന്റിഫൈങ് ദി വീക്കർ പാർട്ട്, കാൽക്കുലേഷൻ ഓഫ് ടാൻജൻഷ്യൽ ലോഡ്, കാൽക്കുലേഷൻ ഓഫ് വെലോസിറ്റി ഫാക്ടർ, കാൽക്കുലേഷൻ ഓഫ് ഫേസ് വിഡ്ത്ത്. In case of bevel gear, we need to calculate the cone distance also, and then calculation of module using Lewis equation, then calculation of dynamic load, then checking for wear strength, and finally checking for endurance strength. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്ന ടേബിൾ, ഇപ്പം ഡൈനാമിക് ലോഡ് ഫാക്ടർ സി, അത് സ്പർ ആയാലും ഹെലിക്കൽ ആയാലും ബിവൽ ആയാലും ഒരേ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. കെ വാല്യൂവിന് നമ്മൾ സെയിം ടേബിൾ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. സിഗ്മ എൻ കണ്ടുപിടിക്കാൻ സെയിം ടേബിൾ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. മെറ്റീരിയൽ സെലക്ഷന് സെയിം ടേബിൾ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. സർവീസ് ഫാക്ടർ CS കണ്ടുപിടിക്കാൻ സെയിം ടേബിൾ ആണ് റെഫർ ചെയ്യുന്നത്. എറർ വാല്യൂ കണ്ടുപിടിക്കാൻ സെയിം ടേബിൾ ആണ് റെഫർ ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കോമൺ ആയിട്ട് സെയിം ടേബിളുകളും മെറ്റീരിയൽ ഫിഗേഴ്സും ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളത് നിങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം പാർട്ട് ബിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊഡ്യൂൾ 3 സ്പർ ഗിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പർ ഗിയറിന്റെ ഒരു പ്രോബ്ലം എന്തായാലും കിട്ടും. മൊഡ്യൂൾ 4 നിങ്ങൾക്ക് 3 ഗിയേഴ്സാണ് ഉള്ളത്. ഹെലിക്കലുണ്ട്, ബിവലുണ്ട്, വേം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് വേം ഗിയർ സ്കിപ്പ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുകിൽ ഹെലിക്കൽ വേം, അല്ലെങ്കിൽ ബിവൽ വേം, അല്ലെങ്കിൽ ഹെലിക്കൽ ബിവൽ, അങ്ങനെ ആയിരിക്കാം കോമ്പിനേഷൻ വരുന്നത്. ചിലപ്പോൾ അതിനകത്തൊരു പാട്ടിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. തിയറി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ തിയറി പഠിക്കാനുണ്ട്. അപ്പം ഡിസൈൻ സബ്ജക്റ്റിനെ സംബന്ധിച്ച് തിയറി പഠിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പ്രൊസീജിയർ പഠിച്ച് പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, 70 മാർക്കിനാണ് പരീക്ഷ എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ 2 പാർട്ട് A, പാർട്ട് C അല്ലെങ്കിൽ പാർട്ട് B, പാർട്ട് C മാത്രം പഠിച്ചിരിക്കരുത്. ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 100 മാർക്കിനാണ് പരീക്ഷ എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾക്ക് 70 മാർക്കിന് എഴുതിയാൽ മതി. 70-ൽ കൂടുതൽ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്ര മാർക്കിനാണോ എഴുതിയിരിക്കുന്നത് അത്രയും മാർക്ക് നിങ്ങളുടെ പേപ്പറിന്റെ ഫ്രണ്ട് ഷീറ്റിൽ എക്സാമിനർ ഇടുന്നതായിരിക്കും. ആ മാർക്കിനെ KTU പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, 70-ലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ പിന്നെ ഇക്വലന്റ് ആയിട്ട് എന്ത് ചെയ്യും, 100-ലോട്ട് കൺവേർട്ട് ചെയ്തോളൂ. അപ്പം 2 പാർട്ട് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട് ഇച്ചിരി ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് പ്രയാസമായിരിക്കും. ഫൈനൽ സെമിസ്റ്റർ ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വാല്യുവേഷൻ കുറച്ചും കൂടിയൊക്കെ ലിബറൽ ആയിരിക്കും. അതുകൊണ്ട് നല്ല ഗ്രേഡ് കിട്ടാൻ, പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഡിസൈനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഒരു ആൾക്ക് ഒരിക്കലും ഒരു ഫൈനൽ ആൻസർ ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഇപ്പം മൊഡ്യൂൾ സ്റ്റാൻഡേർഡ് ചിലർക്ക് 4 ആയിരിക്കും, ചിലർക്ക് 6 ആയിരിക്കും വരുന്നത്. പക്ഷെ അവിടെ 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. ആ മൊഡ്യൂളിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളതിനാണ് മാർക്ക്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് സൂട്ടബിൾ ആയിട്ടുള്ള അസംഷൻസ് നടത്തിയിട്ടുണ്ടോ, ഇന്ന സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ടോ, അതിനൊക്കെയാണ് അവിടെ മാർക്കുള്ളത്. അതുകൊണ്ട് പ്രൊസീജിയർ വൃത്തിയായിട്ട് പഠിച്ച് യൂണിറ്റുകളൊന്നും തെറ്റിക്കാതെ തന്നെ ചെയ്യണം. യൂണിറ്റുകളൊക്കെ സംശയമുണ്ട് നിങ്ങളുടെ ഇൻഡെക്സ് പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യണം. അതാണ് ബിവൽ ഗിയർ. ഏത് ഡിസൈൻ ആയാലും, ഗിയർ എന്നല്ല ഏതിൻ്റെ ആയാലും ഡിസൈനകത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതോടെ ബിവൽ ഗിയറിന്റെ എന്ത് ചെയ്യാണ്, ഡിസൈൻ പ്രൊസീജിയർ അവിടെ കഴിയുകയാണ്.
അപ്പം അത് കഴിഞ്ഞ് നമ്മളിനി അതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു സാമ്പിൾ പ്രോബ്ലം പറഞ്ഞങ്ങ് പോവുകയാണ്. കാര്യം നിങ്ങൾക്ക് ഈ ഇത്രയും പ്രൊസീജിയർ വെച്ചിട്ട് നിങ്ങൾ തനിയെ ചെയ്ത് പഠിക്കുക. അപ്പം എനിക്ക് ഒരു ലെക്ചർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ സർവീസ് ഫാക്ടർ 1 എടുത്ത് ചെയ്ത് ഒരാൾക്ക് 1.2 എടുത്ത് വെച്ച് ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് അതേപടി കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം. പ്രൊവൈഡർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ നിങ്ങൾ അസ്യൂം ചെയ്യുള്ളൂ. ആവശ്യമില്ലാതെ ഉള്ള അസംഷൻസ് ഒന്നും നടത്തി കളയരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ, ഇപ്പം ഡൈനായിട്ട് നോണോ അണ്ണോണോ അത് പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ സോ പറയാം, a pair of straight bevel gears are to transmit 15 kilowatt. അപ്പോൾ നമുക്ക് പവർ തന്നിട്ടുണ്ട്. പവർ ഈസ് ഗിവൺ as 15 kilowatt at 1500 rpm. സോ N1 വാല്യൂ, ഡ്രൈവറിന്റെ സ്പീഡ് എന്തൊക്കെയാണ്, 1500 rpm ഇൻപുട്ട് സ്പീഡ്. അതുകൊണ്ടാണ് ഞാൻ N1 എന്നത് 1500 rpm ഇൻപുട്ട് സ്പീഡ്. ഫുൾ സ്റ്റോപ്പ്. The number of teeth on pinion is 20 degree. So pinion, so Z1 is given as 20. Question തന്നെ അവർ പറയുന്നുണ്ട് 20 ആണെന്ന് പറയുന്നുണ്ട്. And the speed ratio is 5. So I value is given as 5. Design the gear set by assuming 14.5 degree full depth system. അപ്പം അവർ പറയുന്നുണ്ട് 14.5 degree full depth system ആണെന്നും പറയുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത്. പവർ തന്നിട്ടുണ്ട്, സ്പീഡ് പറയുന്നുണ്ട്, നമ്പർ ഓഫ് ടീത്ത് പറയുന്നുണ്ട്, ഐ വാല്യൂ പറയുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും ഡേറ്റ വെച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഗിവൺ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് സ്പീഡ് റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും Z1 Z2 എല്ലാം കാൽക്കുലേറ്റ്, Z1 തന്നിട്ടുണ്ടായതുകൊണ്ട് സോ വി നോ ഐ വാല്യൂ ഈസ് ഈക്വൽ ടു N1 by N2 ആണ്. സോ N1 by N2, so that is Z2 by Z1 ആണ്. So that value is given as 5. So from there you can calculate Z2 value equal to I into Z1. So Z2 value will be 100. അതിൽ ഡൗട്ട് ഒന്നുമില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഗിവൺ ഡേറ്റ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്വിയസ്ലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ മെറ്റീരിയൽ സെലക്ഷൻ. ഇവിടെ നമുക്ക് പ്രത്യേകത ക്വസ്റ്റ്യനിലെ മെറ്റീരിയൽ ഒന്നുമേ പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ബോത്ത് പിനിയൻ ആൻഡ് ഗിയർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മെറ്റീരിയൽ സെലക്ഷൻ. സോ അസ്യൂം സ്യൂട്ടബിൾ മെറ്റീരിയൽ. അപ്പോൾ ടേബിൾ 12.7 എപ്പോഴും നിങ്ങളിത് റെഫർ ചെയ്യാൻ മറന്നവർ ടേബിൾ 12.7 പേജ് 234 എടുക്കുക. അവിടെ നിന്നും അസ്യൂമിങ് സ്യൂട്ടബിൾ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫോർജഡ് സ്റ്റീൽ എടുക്കുകയാണ്. ഫോർജഡ് സ്റ്റീൽ 0.3 ഹീറ്റ് ട്രീറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. സോ 0.3% ഹീറ്റ് ട്രീറ്റഡ് ഫോർജഡ് സ്റ്റീൽ ആണെന്ന് വിചാരിക്കുന്നു. സോ ഫ്രം ദെയർ യു ക്യാൻ ടേക്ക് സിഗ്മ ഡി വാല്യൂ ഈക്വൽ ടു 220 megapascal. And brittle hardness is around 200, right? So ഈ രണ്ട് ഡേറ്റ അപ്പോൾ നമുക്ക് മെറ്റീരിയൽ അസ്യൂം ചെയ്യാണ്. എൻ്റെ പിനിയനും ഗിയറിനും സെയിം മെറ്റീരിയൽ ആണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. Then we are going for the second step. In second step we need to identify the weaker part. So വീക്കർ പാർട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ഡിഫറെന്റ് അല്ല, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും സിൻസ് വി ആർ യൂസിങ് സെയിം മെറ്റീരിയൽ ഫോർ ഗിയർ ആൻഡ് പിനിയൻ ആൻഡ് പിനിയൻ ഈസ് ടേക്കൺ ആസ് ദി വീക്കർ പാർട്ട്. അപ്പോൾ പിനിയൻ ആണ് എൻ്റെ വീക്കർ പാർട്ട് എന്ന് നമ്മൾ മനസ്സിലായി. പക്ഷേ പിനിയൻ വീക്കർ ആണ് ഞാൻ പറഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ബിവൽ ഗിയർ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനർത്ഥം ടീത്ത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യാണ് എൻ്റെ ബിവൽ ഷാഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആംഗിൾസ്, അതായത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് Δ1 ഉം Δ2 ഉം, കാര്യം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് Δ1 ഉം Δ2 ഉം വേണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ 12.32 റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് 3A യും 3B യും പേജ്
217. 12.3 to A and 3 to B നോക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് tan delta 1 is equal to എന്ത് വരും? 1 by I എന്ന് വരും. So from there you can calculate delta 1 as 11.31 degree and similarly calculate delta 2. So delta 2 value നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. theta is equal to എന്താണ്? delta 1 plus delta 2 ആണ്. അപ്പം delta 1 കിട്ടിയെങ്കിൽ ഇതിപ്പം theta എത്ര 90 ഡിഗ്രി. സോ 90 മൈനസ് delta 1 ചെയ്താലും മതി. സോ ദിസ് വാല്യൂ comes around 78.69 degree. സോ അപ്പോൾ നമ്മൾ delta 1 ഉം delta 2 ഉം കാൽക്കുലേറ്റ് ചെയ്തു. യു ജസ്റ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ delta 1 ഉം delta 2 ഉം കിട്ടിയെങ്കിൽ here you can calculate the ZE1 and ZE2 value. എങ്ങനെയാണ് പേജ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഇക്വേഷൻ എത്രയാണ്? ബിവൽ ഗിയറിന്റെ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ 12.35D. ഇക്വേഷൻ 12.35D നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ZE1 എന്ന് പറഞ്ഞാൽ Z by cos delta 1 എന്ന് എഴുതാം. അതുപോലെ ZE2 എന്ന് പറഞ്ഞാൽ Z2 by cos delta 2 എന്ന് എഴുതാം. സോ ZE1 നിങ്ങൾക്ക് കംസ് അറൗണ്ട് 20.40 എന്ന് വരും. ആൻഡ് ZE2 വാല്യൂ നിങ്ങൾക്ക് 510 എന്ന് വരും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് എത്രയും ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വീക്കർ പാർട്ട് ഐഡന്റിഫൈ ചെയ്തു. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ delta 1 delta 2 വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്തായാലും നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് എന്താണ് ടാൻജൻഷ്യൽ ലോഡ്. അപ്പോൾ ടാൻജൻഷ്യൽ ലോഡ് നിങ്ങൾ പഴയതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. പവർ തന്നിട്ടുണ്ട്. സോ ടാൻജൻഷ്യൽ ലോഡിന്റെ കാൽക്കുലേഷൻ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ലോഡ് FTയുടെ കാൽക്കുലേഷൻ. സോ FT ഈക്വൽ ടു 1000 PCS ഡിവൈഡഡ് ബൈ V ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഡയമീറ്റർ അറിയത്തില്ല. അപ്പം ഡയമീറ്റർ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻ ടൈംസ് ഓഫ് എന്തിലേ ഇടാൻ പറ്റുള്ളൂ? മൊഡ്യൂളിലേ ഇടാൻ പറ്റത്തുള്ളൂ. കാര്യം മൊഡ്യൂളും ഇതും തമ്മിലുള്ള റിലേഷൻ അറിയാം. D ഈസ് ഈക്വൽ ടു എന്താണ് MZ എന്നറിയാം. അപ്പോൾ ആ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളിൽ തന്നെ ഇടുക. അപ്പം മൊഡ്യൂളിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? മൊഡ്യൂൾ അറിയത്തില്ല. സോ Z നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. സോ D1 ഈക്വൽ ടു MZ1. സോ ദാറ്റ് വിൽ ബി 20 M എന്ന് വരും. സോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റി കാൽക്കുലേറ്റ്. വെലോസിറ്റി ഈസ് ബൈ D1 N1 by 60 into 1000 ചെയ്യുക. സോ അവിടെ വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കിട്ടും. ആ വാല്യൂ നോക്കി. ഇവിടെ പവർ അറിയാം. സർവീസ് ഫാക്ടർ പഴയതുപോലെ തന്നെ ടേബിളിൽ പോവുക. ടേബിളിൽ പോയിട്ട് നിങ്ങൾ സർവീസ് ഫാക്ടർ ചൂസ് ചെയ്യുക. സർവീസ് ഫാക്ടറിന്റെ ടേബിള് 12.8 പേജ് 235 പോവുക. അവിടെ നിന്നും സർവീസ് ഫാക്ടർ ഞാൻ വിചാരിക്കുന്നു സ്റ്റഡി ലോഡാണ് 8 to 10 hours per day ആണെങ്കിൽ സർവീസ് ഫാക്ടർ എത്ര ആയിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ FT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണേ സം വാല്യൂ ഡിവൈഡഡ് ബൈ M എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ടാൻജൻഷ്യൽ ലോഡ് എത്രയാണെന്നുള്ളത് കിട്ടും. സം ന്യൂമറിക്കൽ വാല്യൂ ബൈ M എന്നും പറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങളുടെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോർത്ത് സ്റ്റെപ്പ് വെലോസിറ്റി ഫാക്ടർ അസ്യൂം ചെയ്യുക. വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്ത് എന്താണ് ഞാൻ ഫോം കട്ടർ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാൻ 3.05 ഡിവൈഡ് ബൈ 3.05 പ്ലസ് V എന്നാണ്. സോ സം വാല്യൂ ഇൻറ്റു M എന്ന് വരും. ഇക്വേഷൻ ഏതാണ്? 12.38A പേജ് 219. അപ്പോൾ അവിടെ നിന്നും വെലോസിറ്റി ഫാക്ടർ നമ്മൾ V ആയിരുന്നു വരുന്നത്. പക്ഷേ V നമുക്ക് ഇൻ ടൈംസ് ഓഫ് എമ്മിൽ കിട്ടേണ്ട അതേ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് വെലോസിറ്റി ഫാക്ടറിന്റെ ഫിഫ്ത്ത് സ്റ്റെപ്പ് പറഞ്ഞു. ഇതിവിടെ അഡീഷണൽ സ്റ്റെപ്പാണ്. നമുക്കിപ്പോൾ കോൺ ഡിസ്റ്റൻസ് വേണം. സോ കോൺ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് L വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ L വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡേറ്റാ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ഇക്വേഷൻ? പേജ് 217 പേജ് 217 ഇക്വേഷൻ 12.33 നോക്കുക. അവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് D1 D2 രണ്ട് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് D1 ടൈമിലുള്ള ഇക്വേഷൻ. സോ D1 ഡിവൈഡഡ് ബൈ 2 സൈൻ ഡെൽറ്റ 1 എന്ന് എഴുതി. D1 എനിക്ക് എങ്ങനെ എഴുതാം? 20 ഇൻറ്റു M എന്ന് എഴുതാം. 20M ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽറ്റ 1. സൈൻ എത്രയാണ്? 11. ഡെൽറ്റ 1 എത്രയാണ്? 20.4. റൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഇവിടെയും സം വാല്യൂ ഇൻറ്റു M എന്നും പറഞ്ഞ് എന്ത് കിട്ടും? കോൺ ഡിസ്റ്റൻസും കിട്ടും. അപ്പോൾ ആ കോൺ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ഹാഫായിട്ട് അടുത്ത സ്റ്റെപ്പ് 1/3 ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്തതിൽ ഫേസ് വിഡ്ത്ത്. സോ ഫേസ് വിഡ്ത്ത് എഴുതുക. ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇക്വേഷൻ 12.36b, ഇക്വേഷൻ 12.36b എടുക്കുക. 36b പേജ് 218, ഇക്വേഷൻ 12.36b പേജ് 218 നിന്നും b equal to ഞാൻ എഴുതി L/3. സോ again b comes as some value into m. അപ്പോൾ നമ്മൾ 6 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിവിസ് ഇക്വേഷൻ യൂസ് ചെയ്ത് എന്താണ് കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ. സോ കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ എന്നുള്ളതാണ് എൻ്റെ 7ാമത്തെ സ്റ്റെപ്പ്. സോ 7th സ്റ്റെപ്പ് ഞാൻ എഴുതുന്നു. 7th സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ യൂസിങ് ലിവിസ് ഇക്വേഷൻ. അപ്പോൾ ലിവിസ് ഇക്വേഷൻ നമുക്കറിയാം, ബിവൽ ഗിയറിന്റെ കേസിൽ ഇക്വേഷൻ 12.37 പേജ് 218 അപ്പോൾ ഞാൻ ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതുക. സിഗ്മ ഡി ഈക്വൽ FT ഈക്വൽ സിഗ്മ ഡി CV BY M ഇൻറ്റു L-B ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 14.5 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ പേജ് 204 പോയി വൈയുടെ ഇക്വേഷൻ എഴുതുക. വൈയുടെ ഇക്വേഷൻ കറക്റ്റ് ചെയ്ത് വൈയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് വരും 0.124 മൈനസ് 0.684 ഡിവൈഡ് ബൈ ZE1. കാര്യം നമ്മൾ പിനിയനാണ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ വാല്യൂ y വാല്യൂ, കാര്യം ZE1 അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു വാല്യൂ കിട്ടും. അപ്പോൾ y1 കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ Y കണ്ടുപിടിക്കാൻ എന്താ പൈ ഇൻറ്റു സ്മോൾ y1, അപ്പോൾ അതും കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നോക്കി LHSൽ FT വാല്യൂ ഉണ്ട്. FT വാല്യൂ സം വാല്യൂ ഡിവൈഡഡ് ബൈ m എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. സം വാല്യൂ ഡിവൈഡഡ് ബൈ m എന്നുള്ള പറഞ്ഞ ഫോമിൽ കിടക്കുകയാണ്. സിഗ്മ ഡി അറിയാം എത്ര, 220. CV ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിലുണ്ട് എന്താ 3.05 ഡിവൈഡഡ് ബൈ 3.05 പ്ലസ് സം വാല്യൂ ഇൻറ്റു m എന്നുണ്ട്. B വാല്യൂ ഇൻ ടൈംസ് ഓഫ് എമ്മിലുണ്ട്. Y വാല്യൂ ഇവിടെ കിട്ടി, Y വാല്യൂ എഴുതുക. ഇൻറ്റു അഗെയിൻ മൊഡ്യൂളിലുള്ള വാല്യൂസ് ഡിവൈഡഡ് ബൈ എല്ലാം ഇൻ ടൈംസ് ഓഫ് എന്തായി മൊഡ്യൂളിലായി. ഇപ്പോൾ ഈ ഇക്വേഷൻ ഫുള്ള് മൊഡ്യൂളിലുള്ള ഒരു ഇക്വേഷനാണ്. ഇതിനെ കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, എം വാല്യൂ എത്രയാണെന്ന് കിട്ടും. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ട് ടേബിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ടേബിൾ 12.2 പേജ് 229 പോയി മൊഡ്യൂളിനെ എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സ്റ്റാൻഡർഡൈസ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് Z1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 20T തന്നിട്ടുണ്ട്. സ്റ്റാൻഡർഡൈസ് ചെയ്ത മൊഡ്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് therefore D1 ഈക്വൽ ടു എന്ത് എഴുതണം, M ഇൻറ്റു Z1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ D2 വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ ഫേസ് വിഡ്ത്ത് B വാല്യൂ കണ്ടുപിടിക്കുക, എത്രയാണ് കണ്ടുപിടിക്കുക. അതുപോലെ കോൺ ഡിസ്റ്റൻസ് L വാല്യൂ കണ്ടുപിടിക്കുക എത്രയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള സ്റ്റെപ്പുകളെല്ലാം പഴയതുപോലെ തന്നെ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൊഡ്യൂൾ കണ്ടുപിടിക്കുന്നതിന് വരെയാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഡൈനാമിക് ലോഡിന്റെ ഇക്വേഷൻ എഴുതുക, ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കാൽക്കുലേഷൻ ഓഫ് FD. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് FD ആണ്. FDയുടെ ഇക്വേഷൻ ഡേറ്റാ ബുക്കിന്റെ ഇക്വേഷൻ 12.40 പേജ് 219 എടുക്കുക. ആ 219 അതിനകത്ത് എന്താണ് ഇപ്പം ഡയമീറ്റർ കിട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ആ വെലോസിറ്റി കാൽക്കുലേറ്റ്, FT കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ആ ഇക്വേഷനകത്ത് വേണ്ടുന്ന C എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ്. C എന്ന് പറയുന്ന വാല്യൂ ഈ പറഞ്ഞ പോലെ ടേബിളിൽ പോയി എറർ വാല്യൂ, ഇപ്പോൾ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും. ഒന്നെങ്കിൽ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊഡ്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, എറർ വാല്യൂ ചൂസ് ചെയ്യുക. ആ എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C വാല്യൂ ടേബിളിൽ നിന്നും ചൂസ് ചെയ്യുക. പേജ് 236 ടേബിൾ 12.12 അതിൽ നിന്നും C വാല്യൂ ചൂസ് ചെയ്യുക, FD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക. സോ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടുന്നത് K വാല്യൂ ആണ്. അപ്പോൾ ഹാർഡ്നെസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഹാർഡ്നെസ് വാല്യൂ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ്നെസ് വാല്യൂ ഉണ്ടായതുകൊണ്ട് പേജ് 239 ടേബിൾ 12.16 പോവുക. 12.16 ടേബിൾ 12.16 പേജ് 239 പോയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് എൻ്റെ പിനിയൻ ഗിയർ കോമ്പിനേഷന് ബ്രിനൽ ഹാർഡ്നെസ് നമ്മൾ എത്ര
ഐ തിങ്ക് ഹാർഡ്നെസ് നമ്മുടെ 200. അപ്പോൾ 200 കോമ്പിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കെ വാല്യൂ ചൂസ് ചെയ്ത് FW കാൽക്കുലേറ്റ്. FW ഗ്രേറ്റർ ദാൻ FD ആണോ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, FW ഈക്വൽ ടു FD എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പുതിയ കെ വാല്യൂ കണ്ടുപിടിക്കുക. ആ കെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർഡ്നെസ് വാല്യൂ സജസ്റ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി കാൽക്കുലേറ്റ് ദി എഫൻഡ്രൻസ്, ചെക്ക് വെദർ എഫൻഡ്രൻസ് ഈസ് ഗ്രേറ്റർ ദാൻ FD ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊസീജിയർ. വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയും. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, പെട്ടെന്ന് ചെയ്ത് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം മെക്കേറ്റീവ് അസിസ്റ്റന്റ് ചാനൽ വഴിയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ചാനൽ വഴിയോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ 2 ചാനലിൻ്റെയും യൂട്യൂബ് ലിങ്കും ടെലിഗ്രാം ചാനലും എല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം തുടർന്നും നിങ്ങളുടെ വീഡിയോസ് കാണുക, ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക.